ഹലോ ഗേയ്സ്, അപ്പോൾ ഫ്ലവർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ഫ്ലവർ ഇഷ്ടമാണല്ലോ, പ്രത്യേകിച്ച് ഒരു റെഡ് കളർ ഫ്ലവർ. അപ്പോൾ അങ്ങനെ റെഡ് കളറിൻ്റെ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ടൂലിപ്സിൻ്റെ ഫ്ലവർ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പെൻ ടൂൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നത്. അപ്പോൾ പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ചു. അതിനുശേഷം നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അതൊരു പാത്തായിട്ട് ഒരു ലൈനായിട്ടാണ് ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് കളർ ഫില്ല് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മേക്ക് സെലക്ഷൻ കൊടുത്താൽ ഇതേപോലെ ഒരു സെലക്ഷൻ വരും. ആ സെലക്ഷൻ വന്നാൽ നമുക്ക് ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു കളർ, ഇപ്പോൾ റെഡ് കളർ വേണമെങ്കിൽ നമുക്ക് ഇതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറായിരുന്നു റെഡ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഇതിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ബാക്ക് സ്പേസ് ആണ്. അങ്ങനെ കളറൊക്കെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇതിലൊന്ന് ഐസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു കളർ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനൊരു ഷെയ്ഡ് കൊടുക്കണം. ആ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവറിനെ ഒന്നിച്ച് നമ്മൾ മെർജ് ചെയ്യാം. മെർജ് ചെയ്ത് സെപ്പറേറ്റ് 3 ഇതളുകളായിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നിച്ചൊരു മെർജ് ചെയ്യണം. മെർജ് ചെയ്താലേ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലതും ഒരേപോലെ വരുള്ളൂ. അപ്പോൾ മെർജ് ചെയ്തതിന് ശേഷം അതിന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആ ബ്രഷ് ടൂൾ എടുത്തിട്ട്, ബ്രഷ് ടൂളിന് ഞാനിവിടെ വൈറ്റ് കളറാണ് കൊടുത്തത്. ബ്രഷ് ടൂളിലെടുത്ത് വൈറ്റ് കളർ ഉപയോഗിച്ച് ജസ്റ്റ് സൈഡ് കൂടെയൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷെയ്ഡ് ചെയ്യുക. അപ്പം ബ്രഷ് ടൂൾ എടുക്കുമ്പോൾ ഭയങ്കര കട്ടിയിൽ എടുക്കരുത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫിൽ ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം മാത്രം ഒന്ന് സൈഡ് കൂടെയൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റെഡ് കളർ വേണ്ടെങ്കിൽ നമുക്ക് വേറെ ബ്ലൂ കളറൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു ഇമേജിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് സാച്ചുറേഷൻ എടുത്താൽ മതി. എന്നിട്ട് ഹ്യൂ എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോട്ട് നീക്കി കൊടുക്കുക. അപ്പോൾ കളറൊക്കെ ചേഞ്ച് ആവും. അവിടെ തന്നെ നമ്മൾ സാച്ചുറേഷൻ കൂട്ടാനും ലൈറ്റ്നെസ് മാറ്റാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടാവും. അപ്പോൾ അത്രയാണ് കളർ ഫില്ല് ചെയ്യുന്നതിൻ്റെ രീതി. അപ്പോൾ ഇമേജൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഫ്ലവറിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കൺട്രോൾ ടി അടിച്ച്, കൺട്രോൾ ടി എന്ന് പറയുന്നത് ട്രാൻസ്ഫോം സെലക്ഷൻ ആണ്. അത് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ വെച്ചിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേറ്റും ചെയ്യാൻ പറ്റും. കൺട്രോൾ ടി അടിച്ചതിന് റൊട്ടേറ്റും ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തണ്ട് വരച്ചു കൊടുക്കണം. തണ്ട് വരയ്ക്കാനായിട്ട് വീണ്ടും പെൻ ടൂൾ തന്നെയാണ് എടുത്തത്. പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് വരച്ചു. അതിനുശേഷം മേക്ക് സെലക്ഷൻ കൊടുത്തു. മേക്ക് സെലക്ഷൻ കൊടുത്തതിന് ശേഷം കളർ ഫില്ല് ചെയ്തു. ഞാനിവിടെ ഈ ഗ്രീൻ കളർ സെറ്റ് ചെയ്തത് ഫോർഗ്രൗണ്ട് കളറായിട്ടാണ്. അപ്പോൾ ആൾട്ട് ബാക്ക് സ്പേസ് ആണ് ഫോർഗ്രൗണ്ട് കളർ ഇതിൽ ഫില്ല് ചെയ്യാൻ. കളറൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുകയാണ്. ലീഫ് വരച്ചു. അതിനും മേക്ക് സെലക്ഷൻ കൊടുത്തിട്ട് കളർ ഫില്ല് ചെയ്തു. ഇതിലും ഗ്രീൻ കളറിനെ കൊടുത്തത്. ഇനി ഒരു ലീഫ് കൂടെ വേണം. അതും ഈ പെൻ ടൂൾ ഉപയോഗിച്ച് തന്നെ വരച്ചെടുക്കുകയാണ്. അതിനും ജസ്റ്റ് ഒന്ന് കളർ കൊടുത്തു. എന്നിട്ട് ഇതിനൊരു ഷെയ്ഡ് കൊടുക്കണം. ഒരു വൈറ്റ് കളർ ഷെയ്ഡാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതപ്പം ബ്രഷ് ടൂൾ എടുത്തിട്ട് ബ്രഷിൻ്റെ കളർ വൈറ്റ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. കളർ ഫില്ല് ചെയ്യുമ്പോഴും അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ മാത്രമേ കളറൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. എറേസ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് ഒരു ഭാഗം മാത്രം എറേസ് ചെയ്തെടുക്കണമെങ്കിലും അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കളർ മാറ്റണമെങ്കിലൊക്കെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യണം. ആ 2 ലീഫിൻ്റെ കൂടെ ഒരു കോപ്പി കൂടെ എടുത്തിട്ടുണ്ട്. ആ കോപ്പി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ.